കെ ബി ഗണേഷ് കുമാറിനെ NSS ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്താക്കിയ വാർത്ത ഇന്ന് രാവിലെയാണ് പുറത്തുവന്നത്. ഡയറക്ടർ ബോർഡിലെ ഗണേഷിന്റെ കാലാവധി കഴിഞ്ഞിരുന്നു. അംഗത്വം പുതുക്കി നൽകണമെന്ന് ഗണേഷ് ആവശ്യപ്പെട്ടിട്ടും അതുണ്ടായില്ല. എന്നാൽ ഗണേഷിനൊപ്പം കാലാവധി കഴിഞ്ഞ മറ്റ് 8 പേർക്ക് അംഗത്വം പുതുക്കി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ ശക്തമായ പ്രതികരണങ്ങളാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെയും ഗണേഷിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പത്തനാപുരത്ത് NSSൽ നടന്നത് ശരിയായ കാര്യമല്ലെന്ന് ഗണേഷ് കുറ്റപ്പെടുത്തി. അവിടെ ജനാധിപത്യമില്ല, മരിക്കുന്നത് വരെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളല്ല താൻ, അംഗത്വം പുതുക്കാത്തതിൽ പ്രശ്നമില്ല, ജനറൽ സെക്രട്ടറിയെ പിന്തുണയ്ക്കുന്നെന്നും ഗണേഷ് പറഞ്ഞു. സുകുമാരൻ നായരെ കുറ്റപ്പെടുത്താതെയായിരുന്നു ഗണേഷിന്റെ പ്രതികരണം അത്രയും. എന്നാൽ ഗണേഷിനെതിരെ ആഞ്ഞടിച്ചായിരുന്നു സുകുമാരൻ നായർ മറുപടി പറഞ്ഞത്. കാലാവധി തീർന്നതിനാലാണ് ഗണേഷിനെ വീണ്ടും ഡയറക്ടർ ബോർഡിലേക്ക് എടുക്കാഞ്ഞത്, അല്ലാതെ പുറത്താക്കിയതല്ല. വർഷങ്ങളായി ബോർഡിൽ സ്ഥാനം കിട്ടാത്തവരുണ്ട്, അവർക്ക് സ്ഥാനം കൊടുക്കണം. പ്രവർത്തനമനുസരിച്ചാണ് ആളുകളെ മാറ്റുന്നത്. പരാതിയുണ്ടെങ്കിൽ ഗണേഷ് കേസ് കൊടുക്കട്ടെ. എന്നെ തള്ളിപ്പറയാത്തത് ഗണേഷിന്റെ വേലയാണ്. ആ വേല കയ്യിൽ വെച്ചാൽ മതി. ജനറൽ സെക്രട്ടറിയെ തള്ളാനൊക്കില്ല. തള്ളിപ്പറഞ്ഞാൽ അവന്റെ അഡ്രസ് കാണില്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞു. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഗണേഷ് കുമാർ പ്രസിഡന്റായ പത്തനാപുരം NSS താലൂക്ക് യൂണിയനെ പിരിച്ചുവിട്ടിരുന്നു. അന്നു മുതൽ ഗണേഷും NSS നേതൃത്വവും തമ്മിൽ അകൽച്ചയിലാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഗണേഷിനെ ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. ഗണേഷിനെതിരെ പൊട്ടിത്തെറിച്ച് സുകുമാരൻ നായർ നടത്തിയ പ്രതികരണത്തിന്റെ വീഡിയോ കാണാം. കിട്ടാതിരിക്കുന്ന ആളുകൾ കൊടുക്കണ്ടേ? ആർക്കെങ്കിലും ഓരോ താലൂക്കിലെ പ്രവർത്തനം അനുസരിച്ചാണ് മാറുന്നത്. ചിലപ്പോൾ 2 പേരെ മാറ്റും, ചിലപ്പോൾ 3 പേരെ മാറ്റും. ഇത്തവണ ഒരാളേ ഉള്ളൂ, ബാക്കി 8 പേരും പിന്തുണ ഉണ്ടായിരുന്നു. അത് നേതൃത്വത്തിന് ആ കത്ത് കൈമാറിയതാണ്. അദ്ദേഹം കേസ് കൊടുക്കട്ടെ. ജനാധിപത്യം ഇല്ലാന്നൊക്കെ പറയുന്നത് സാറേ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. 12 പേരുടെ അത് വാലിഡ് ആണോ? നേരത്തെ ഉണ്ടായിരുന്ന കമ്മിറ്റിക്കാരാണ് രാജിവെച്ചത്. ആ രാജിവെച്ചപ്പോൾ ആ കമ്മിറ്റിക്ക് കോറം തികഞ്ഞു, നഷ്ടപ്പെട്ടു. ആ കോറം നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ അത് പിരിച്ചുവിട്ടു. യൂണിയന്റെ ഭരണത്തിന് പുതിയൊരു സംവിധാനം ഉണ്ടാക്കി. ഇങ്ങരുടെ കൂടെ പിന്നീട് വന്ന ആരാന്ന് എനിക്കറിഞ്ഞുകൂടാ. പിന്നെ തന്നെയല്ല, യഥാർത്ഥ കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളാണ് കോറം നഷ്ടപ്പെട്ട രാജി ഇവിടെ തന്നത്. അദ്ദേഹത്തിന് അതിനകത്ത് എന്തെങ്കിലും ഇത് നടന്നിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കാമല്ലോ. അതെന്താ കേസ് കൊടുക്കാത്ത? ജനാധിപത്യം ഇല്ലെന്ന് NSS ജനാധിപത്യം ഇല്ലെന്ന് ആരെങ്കിലും പറയുമോ? ഏത് കാര്യത്തിലാണ് ഞങ്ങൾ ജനാധിപത്യം? അല്ല, അത് വേലയാ. അത് അവരുടെ തൊഴിലാ. ജനറൽ സെക്രട്ടറി അങ്ങനെ തള്ളാനൊക്കെയല്ലോ സാർ ആർക്കും. ജനറൽ സെക്രട്ടറി അതിനുവേണ്ടിയാ ജീവിക്കുന്നേ. അതുകൊണ്ട് ഒരുത്തരും തള്ളി പറഞ്ഞാൽ അവന്റെ അഡ്രസ് കാണുകയല്ലേ. വിമർശനങ്ങൾ ഉദ്യോഗസ്ഥർ മര്യാദയ്ക്ക് 12 പേരുടെ കത്ത് കൊടുത്തിട്ടും ഉദ്യോഗസ്ഥരാകത്ത് അവരംഗങ്ങളല്ലെന്നേ, കഴിഞ്ഞ കമ്മിറ്റിയിലെ അംഗങ്ങളല്ല. പിന്നല്ലാതെ അത് ഇപ്പോഴും അയാളുടെ കയ്യിലിരിക്കുന്നല്ലേ ഉള്ളൂ ഇപ്പോഴും. പിന്നെ